നാരീശക്തിക്ക് മോദിയുടെ ഗ്യാരണ്ടി എന്ന ഒരു വലിയ തലക്കെട്ടോടു കൂടിയാണ് ഇന്നത്തെ പത്രമുള്ളത്. ഇന്ന് നമ്മൾ മാതൃഭൂമി തന്നെയാണ് വായിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാണ്, പിന്നീട് ഇപ്പോഴാണ് കാണുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ നമ്മളുടെ ഹോട്ടലിൻ്റെ ഒരു പൂൾ ഏരിയയിൽ വെച്ചിട്ടാണ് ആ പത്രം വായിച്ചത്. അന്ന് 2 പത്രം കിട്ടിയിരുന്നു, ഒന്ന് മനോരമയും മാതൃഭൂമിയും. ഇന്ന് എൻ്റെ കയ്യിൽ വീണ്ടും മാതൃഭൂമിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ആ പത്രം വായിക്കുന്നതൊന്നും ഒരു ഫ്ലോയിലേക്ക് എത്താത്തതുകൊണ്ടാണ് ഞാനിതിൻ്റെ. അതിനുശേഷം നല്ല തിരക്കായിരുന്നു ഈ ന്യൂ ഇയർ ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്. നമുക്ക് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാമായിരുന്നു, പക്ഷേ എനിക്കൊരു ടെൻഷനായിരുന്നു. കാരണം നമുക്കതിലേക്ക് നമ്മൾ വിചാരിച്ച ആൾക്കാർ എത്തുമോ, അങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം അതെല്ലാം പക്കയായിട്ട് നമ്മൾ കവറപ്പായി. സോ ആ ഒരു ടെൻഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് ഷൂട്ട് ചെയ്യാനോ അങ്ങനെയുള്ളൊരു മൈൻഡിലേക്ക് പോവില്ല, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉറക്കവും പരിപാടികളും ആ 2-3 ദിവസങ്ങളായിട്ട് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉറക്കവും ഇന്നലേക്കൊന്ന് ഉറങ്ങി കറക്റ്റ് ചെയ്തിട്ടാണ് ഇന്ന് മുതൽ പത്രം വായിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ അങ്ങനെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഇന്ന് മുതൽ വീണ്ടും പത്രം വായന തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് വ്യാഴാഴ്ചയാണ്, 4-ാം തീയതി വ്യാഴാഴ്ച, ജനുവരി 4-ാം തീയതി 2024. സോ 24 എല്ലാവരും കുറേ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും, ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുത്തിട്ടുണ്ടാവും. നടക്കുമോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ച് പറയുക. പൂരനഗരിയിൽ മോദി എന്നും പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ ഫ്രണ്ട് പേജിലുള്ളത്. മോദിയുടെ ഗ്യാരണ്ടി, നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് തൃശ്ശൂരിൽ മോദി ഷോ. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇതിൽ രാഷ്ട്രീയമല്ല ഞാൻ പറയാൻ പോണത്. ഏകദേശം 2 ലക്ഷം സ്ത്രീകളെയാണ് അവിടെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത്. എത്ര എണ്ണം ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരുപാട് സ്ത്രീകളുണ്ട്. നമുക്ക് ആ വിഷ്വലിലും ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ ആ ഒരു ഗ്രൗണ്ട് നിറയെ സ്ത്രീകളാണ്. ഇപ്പോൾ ഒരു ഭരണപക്ഷത്തിലിരിക്കുന്ന, ഒരു സംസ്ഥാനത്തിന്റെ ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടിക്കാണെങ്കിൽ പല കാര്യങ്ങൾ പറഞ്ഞ് അവിടെ ജനങ്ങളെ കൊണ്ടുവരാൻ പറ്റും. പലതും ഇന്ന സ്ഥലത്തെ കുടുംബ ശ്രീനെയും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് അത് കവർ എന്ന് ഫുള്ളാക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നുമില്ലാതെ ഒരു സംസ്ഥാനം, ഇപ്പോൾ അവർക്ക് ഇപ്പോൾ BJPയെ സംബന്ധിച്ച് BJP ഭരിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഇതുപോലെ തന്നെ ഇതേ രാഷ്ട്രീയം അവിടെയും അവർക്ക് കാണിക്കാൻ പറ്റും. കാരണം പേടിപ്പിച്ചും ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ കേരളത്തിൽ ഇത്രയും സ്ത്രീകളെ കൊണ്ടുവരിക എന്ന് പറയുന്നത്, ഇത് ഞാൻ മോദിയുടെ കാര്യമല്ല പറയുന്നത്, ഇതിന് വേണ്ട എടുത്തൊരു സംഘാടക മികവിനെ കുറിച്ചാണ് പറയുന്നത്. ഇത്രയും സ്ത്രീകളെ, അവിടെ സ്ത്രീകൾ മാത്രമാണ് ആ ഗ്രൗണ്ടിലുള്ളത്. ബാക്കിയുള്ള ഒരാൾക്ക്, ഇപ്പൊ ആണുങ്ങളും പെണ്ണുങ്ങളും മിക്സ് ചെയ്തിട്ടാണ് പിന്നെ നമുക്ക് പറയാം കാരണം ഈ ആണുങ്ങൾക്ക് എപ്പോഴും തുറന്ന രാഷ്ട്രീയമുണ്ട്, സ്ത്രീകൾ എപ്പോഴും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ തുറന്ന രാഷ്ട്രീയമുള്ളൂ. ബാക്കി എല്ലാവരും അവരുടെ വേറൊരു രീതിയിലാണ് അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും സ്ത്രീകളെ അവിടെ കൊണ്ടുവന്നതിന്, അതിന് ഒരു രീതിയിലും നമുക്കൊന്നും പറയാനില്ല, ഹാറ്റ്സ് ഓഫ് എന്നേ പറയാനുള്ളൂ. ആ സംഘാടക മികവിനാണ് കയ്യടി വേണ്ടത്. അതുപോലെ അവരെ കൊണ്ടുവന്ന് മോദി ഏകദേശം 1.5 കിലോമീറ്ററാണ് വണ്ടിയിൽ റോഡ് ഷോ ആയിട്ട് വന്നത്. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് ഒരു 300-400 മീറ്റർ നടന്ന് ഈ സ്ത്രീകളുടെ ഇടയിലൂടെ, അതൊക്കെ രസകരമായിട്ടുള്ള ഹീറോയിസം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേ അറ്റമാണ്. അത് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഇദ്ദേഹം എന്ത് സംഭവം, ഇതൊക്കെ ആർക്കും ചെയ്യാവുന്നതാണ്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. അല്ലാണ്ട് ഇദ്ദേഹം വലിയൊരു സംഭവം ഒന്നും ചെയ്യാനില്ല. ഇതുപോലെയൊക്കെ ചെയ്യാം, ഏതൊരു പ്രധാനമന്ത്രിക്കും ചെയ്യാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാൻ ആർക്കും സാധിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം അത് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. സുരേഷ് ഗോപി ഉണ്ടായിരുന്നു, സുരേന്ദ്രൻ ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ മഹിളാ മോർച്ചയുടെ അവരുടെ അധ്യക്ഷയുണ്ടായിരുന്നു. ഇവർ 3 പേരാണ് ആ വണ്ടിയിലുണ്ടായിരുന്നത്. പിന്നെ അവരുടെ സപ്പോർട്ട് ബോഡി ഗാർഡ്സ്. അപ്പോൾ അവർ ഇത്രയും പേരാണ് ആ വണ്ടിയിലുള്ളത്. അത് കഴിഞ്ഞ് നടന്ന് സുരേഷ് ഗോപിയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി എന്നുള്ളത് വ്യക്തമായിട്ട് ഇപ്പോൾ ഇന്നലത്തോടുകൂടി തീരുമാനമായി. അത് ഓൾറെഡി ആയിരുന്നു. അപ്പോൾ രസകരമായിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. ആ സ്റ്റേജിൽ എല്ലാ വനിതാ രത്നങ്ങൾ, അദ്ദേഹം പറഞ്ഞ വനിതാ രത്നങ്ങൾ എന്നാണ് പറഞ്ഞത് ആ സ്റ്റേജിലുള്ളത്. എന്ന് പറഞ്ഞാൽ PT ഉഷ മുതൽ ശോഭന ഉണ്ടായിരുന്നു, ബീന കണ്ണൻ ഉണ്ടായിരുന്നു. നമ്മുടെ അതിന് ഏറ്റവും രസകരമായിട്ടുള്ള മിന്നുമണി, ഞാൻ ഇതിനു മുമ്പത്തെ പത്രം വായനയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മിന്നുമണി, നമ്മളുടെ ഇന്ത്യൻ ക്യാപ്റ്റൻ, നമ്മുടെ മലയാളിയായ മിന്നുമണി ഉണ്ടായിരുന്നു. മിന്നുമണിയാണ് അതും ഏറ്റവും രസകരമായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രിയുടെ റൈറ്റും ലെഫ്റ്റും ഇരിക്കുന്ന കായിക താരങ്ങളാണ്. അതൊക്കെ ഒരു വലിയ കാര്യമാണ്. PT ഉഷയും ഇപ്പുറത്ത് മിന്നുമണിയായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ മറിയാമ്മ ചേട്ടത്തി, അവരെയും ക്ഷണിച്ചിരുന്നു. ഇതൊന്നും ഇവരൊന്നും ഈ സ്റ്റേജിൽ വന്നിരിക്കുന്നവരൊന്നും രാഷ്ട്രീയമുള്ളവരാവണമെന്നില്ല. പ്രധാനമന്ത്രി ക്ഷണിച്ചത് കൊണ്ട് വന്നതാവാം. ഇതൊരു വനിതകളുടെ ശക്തി ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അവരൊക്കെ വന്നത്. ശോഭനയും എല്ലാവരും ഉണ്ടായിരുന്നു. അതൊരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു. ആ സ്റ്റേജിൽ പിന്നെ ഉണ്ടായിരുന്നത് ഇവര് സുരേഷ് ഗോപി ഉണ്ടായിരുന്നു, സുരേന്ദ്രൻ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നമ്മളുടെ പ്രകാശ് ജാവേദ്കർ അല്ലേ, അദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാം സ്ത്രീകളായിരുന്നു.
ഇദ്ദേഹം ഇരുന്നത് PT ഉഷയുടെയും മിന്നുമണിയുടെയും നടുക്കിലാണ്. സോ എല്ലാത്തിനും കൃത്യമായിട്ട് പ്ലാനായിരുന്നു. അത് എടുത്ത് പറയേണ്ടതാണ്. ഇതൊക്കെ കണ്ട് പഠിക്കേണ്ടതാണ് ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ. ഞാൻ പറയുന്നത് ഇതൊന്നും വലിയ സംഭവമല്ല. നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മളോട് ഒരാൾ ഇറങ്ങി നിന്ന് നമ്മളോട് സംസാരിക്കുന്നു, നമ്മളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾക്ക് ഭയങ്കര വലിയ കാര്യങ്ങളൊന്നും വേണ്ട. അത് ഇദ്ദേഹം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ തൃശ്ശൂരിൽ മോദി ഷോ. കൂട്ടമായി എത്തിയ സ്ത്രീ സാഗരത്തിന് മുന്നിൽ അവർക്കായി ചെയ്ത കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദിയുടെ ഗ്യാരണ്ടി എന്ന് മലയാളത്തിൽ ആവർത്തിച്ചു. അത് രസമായിരുന്നു കേട്ടോ. മലയാളത്തിൽ അദ്ദേഹം എൻ്റെ അമ്മമാരെ സഹോദരിമാരെ എന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. മലയാളത്തിൽ ആവർത്തിച്ചു പറഞ്ഞ അദ്ദേഹം കാണികളെ കൊണ്ടും ആ വാചകം ആവർത്തിച്ച് പറയിപ്പിച്ചു. മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളത്. മഹിളാ മോർച്ച സംഘടിപ്പിച്ച സ്ത്രീ ശക്തി സംഗമത്തിന് തേക്കിൻകാട്ടിലെ വേദിയിലേക്ക് നടന്നു വന്ന മോദിയെ പുഷ്പവൃഷ്ടി കൊണ്ടാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. സ്ത്രീ ജീവിതം മെച്ചപ്പെടുത്താൻ 10 കോടി പാചകവാത കണക്ഷൻ, 11 കോടി കുടിവെള്ള കണക്ഷൻ, 12 കോടി ശൗചാലയങ്ങൾ, സുവിധ നാപ്കിൻ, ജൻധൻ അക്കൗണ്ടുകൾ എന്നിവ മോദിയുടെ ഉറപ്പിലൂടെ യാഥാർത്ഥ്യമായി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അദ്ദേഹം കൃത്യമായിട്ട് രാഷ്ട്രീയം സംസാരിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്തിന്റെ കേന്ദ്രം ഏത് ഓഫീസായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. ഇടതും കോൺഗ്രസും മാറി മാറി ഭരിക്കുന്ന കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഇല്ലാത്തത് ഇവർ തമ്മിൽ കാര്യങ്ങൾ വ്യത്യാസമില്ലാത്തതിനാലാണ്. അഴിമതി, അക്രമം, കുടുംബവാഴ്ച തുടങ്ങിയവയിൽ ഇവർ ഒന്നു തന്നെ. സ്വർണ്ണക്കടത്തിന്റെ കേന്ദ്രം ഏത് ഓഫീസായിരുന്നു എന്ന കാര്യം മറക്കരുതെന്നും മോദി വിമർശിച്ചു. രാജ്യത്തിന്റെ വികസനം സംസ്ഥാനങ്ങളിലൂടെ എന്നതാണ് കാഴ്ചപ്പാട്. റോഡുകൾ, വിമാനത്താവളങ്ങൾ, റെയിൽവേ എന്നിവയുടെ മാറ്റം വിലയിരുത്തണം. കേന്ദ്ര സർക്കാർ പാവപ്പെട്ടവർക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി നൽകുന്ന പണത്തിന് കണക്ക് ചോദിച്ചാൽ അത് കുറ്റമാകുന്നത് എങ്ങനെയാണ്? തൃശൂർ റൗണ്ടിൽ റോഡ് ഷോ നടത്തിയ ശേഷമാണ് മോദി വേദിയിലെത്തിയത്. സമ്മേളന സ്ഥലത്തേക്ക് സ്ത്രീകൾക്കും മാത്രമായിരുന്നു പ്രവേശനം. ഇതിൽ ഒരു കാര്യം കൂടി ഉണ്ട്. ഇന്നലെ നമ്മളുടെ നഞ്ചിയമ്മേനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്നില്ല സ്റ്റേജിൽ, പക്ഷെ അവരെ കുറിച്ചൊക്കെ പറഞ്ഞു. അവരെയൊക്കെ കുറിച്ച് പരാമർശിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്, ഒരു സംശയമില്ല. അതിനൊക്കെ വേണ്ടി അതിന് കൃത്യമായിട്ട് പ്ലാനിങ്, അത് സമ്മതിക്കണം. PR ഗംഭീരം. ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നടന്നു വരുന്നതും ഒക്കെ ആയിട്ടുള്ള ഗംഭീര ഫോട്ടോയും കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാം. ഇനിയുള്ളത് ശമ്പള കുടിശ്ശികയും കേന്ദ്രം വെട്ടി എന്ന് പറഞ്ഞ ന്യൂസാണ്. 750 കോടി നൽകാനാവില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കത്തയച്ചു. കടമെടുക്കാനുള്ള അനുമതിയും നീളുന്നു. പുതുവർഷത്തിൽ കടുത്ത പ്രതിസന്ധിയിൽ നമ്മുടെ സർക്കാർ. വായ്പ എടുക്കാനുള്ള അനുമതി നൽകാത്തതിന് പിന്നാലെ UGC ശമ്പള കുടിശ്ശികയിൽ നൽകാനുള്ള 750 കോടി രൂപയും കേരളത്തിന് തരില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇക്കാര്യം വ്യക്തമാക്കി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കത്തയച്ചു. ഇതോടെ പുതുവർഷ ആരംഭത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുകയാണ് കേരളം. 7ാം ശമ്പള കമ്മീഷൻ പരിഷ്കാരം നടപ്പാക്കിയതിന്റെ ഭാഗമായി 2016 ജനുവരി 1 മുതൽ 2019 മാർച്ച് 31 വരെയുള്ള കാലയളവിൽ 1500 കോടി രൂപയാണ് കുടിശ്ശിക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പങ്കിടേണ്ടതാണ് ഈ തുക. ഈ ഇനത്തിൽ 750.9 കോടി രൂപയാണ് നൽകാനാവില്ലെന്ന് കേന്ദ്രം അറിയിച്ചത്. കേരളം സമയത്ത് റിപ്പോർട്ട് നൽകില്ലെന്നാണ് കേന്ദ്രം പറയുന്നത്. കാരണമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. വീഴ്ച വരുത്തിയിട്ടില്ലെന്ന് നമ്മളുടെ മന്ത്രി ബിന്ദു പറഞ്ഞു. UGC കുടിശ്ശികയ്ക്കുള്ള റിപ്പോർട്ട് സമയത്ത് നൽകിയിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ 2 തവണ കണ്ട് ചർച്ച നടത്തി, പക്ഷേ തുക നിഷേധിച്ചു. സുപ്രീം കോടതിയിൽ കേസിൽ ഈ അവകാശ നിഷേധവും ഉന്നയിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല, ചെയ്യാം. കാരണം ഇവര് കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേന്ദ്രം പൈസ തന്നേ പറ്റൂ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും സുപ്രീം കോടതി പോയി കഴിഞ്ഞാൽ ഇവർക്ക് അനുകൂലമായ വിധി വരും. ഉറപ്പല്ലേ? ഒരു സംസ്ഥാനത്തിന് ഇതുപോലെ ഒരു നിഷേധം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും സുപ്രീം കോടതി പോകുക, അത് വാങ്ങിച്ചെടുക്കുക. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കണ്ണടച്ച് പറയുന്ന ഇതിലെന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഇപ്പോൾ ഈ സുപ്രീം കോടതിയിലൊക്കെ പോയാലാണ് നമുക്ക് അതിൻ്റെ ഒരു ഉത്തരം കിട്ടുള്ളൂ. കേരളത്തിന്റെ ആശങ്കകൾ. നടപ്പ് വർഷം 5000 കോടി രൂപ കൂടി കേരളത്തിന് കടമെടുക്കാനാവും. ഇതിനുള്ള റിപ്പോർട്ട് നവംബറിൽ സമർപ്പിച്ചു. സാധാരണ ഡിസംബറിൽ നൽകാനുള്ള കേന്ദ്ര അനുമതി കിട്ടിയിട്ടില്ല. മൂലധന നിക്ഷേപത്തിനുള്ള പ്രത്യേക സഹായധനമായി 2088.50 കോടി രൂപയുടെ പദ്ധതി നിർദ്ദേശം കേരളം നൽകിയിരുന്നു. ഇതിൽ 1925 കോടി രൂപയ്ക്ക് അർഹതയുണ്ടെന്ന് കേന്ദ്രം അംഗീകരിച്ചു. എന്നാൽ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളിൽ ബ്രാൻഡിംഗ്
എത്തിയില്ലെന്ന് കാരണം ചൂണ്ടിക്കാട്ടി ഈ തുക നൽകാനാവില്ലെന്നാണ് വാദം. ലൈഫ് ഒഴികെയുള്ള പദ്ധതികളെല്ലാം ബ്രാൻഡിംഗ് നടത്താൻ സന്നദ്ധ അറിയിച്ചിട്ടും വായ്പാ കേന്ദ്രം നിഷേധിച്ചു. ഇതോടെ പ്രതിസന്ധി ഇരുട്ടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുള്ളൊരു ഉത്തരം സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അല്ലാതെ എന്ത് പറഞ്ഞാലും അത് രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. സോ നമുക്ക് അതിനൊരു കൃത്യമായ ഉത്തരം കിട്ടട്ടെ. അടുത്തൊരു പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറഞ്ഞാൽ പൂര ലഹരിയിൽ കൊല്ലം എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസാണ്. നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം നമ്മളുടെ കൊല്ലത്താണ് ഇത്തവണ. സോ അതിന്റെ ആരംഭമായിരുന്നു. സംസ്ഥാന കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് കൊല്ലത്ത് ആഘോഷത്തോടെ വരവേറ്റപ്പോൾ ആ സ്വർണ്ണക്കപ്പ് നമ്മുടെ കലോത്സവത്തിന്റെ കപ്പ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ദേശിംഗ നാടിന്റെ മണ്ണിൽ ഇനി കലാരൂപം. രസമാണല്ലോ. ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നിങ്ങൾ പോയിട്ടുണ്ട്? ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. കാരണം എൻ്റെ അമ്മ ഡാൻസ് ടീച്ചർ ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിന് പോകാൻ പറ്റിയിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ പോയിട്ടുണ്ട്. ഭയങ്കര രസമാണ്. അതൊരു വേറൊരു ലോകമാണ്. ആ ഒരു കുറച്ച് ദിവസം നമുക്ക് അവിടെ രസകരമായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനും ആ ഭക്ഷണം കഴിക്കാനും പറഞ്ഞു കഴിഞ്ഞാൽ വായി നോക്കി നടക്കുക. അപ്പോൾ അതൊക്കെ ഒരു രസകരമായിട്ടുള്ളതാണ്. ഭയങ്കര പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കസ്ട്രയും കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ട്രാക്ക് ഇട്ടിട്ടാണ്. അന്നൊക്കെ ഓർക്കസ്ട്ര ഉള്ളപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഓടുന്നു. കലാകാരന്മാർ ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. ഒരു ഉത്സവം തന്നെയാണ്, ഒരു സംശയമില്ല. ദേശിക നാടിന്റെ മണ്ണിൽ ഇനി കലാരൂപത്തിന്റെ 5 നാളുകൾ. കൊല്ലം പൂരം അരങ്ങേറുന്ന ആശ്രമം മൈതാനത്ത് മുഖ്യവേദിയിൽ വ്യാഴാഴ്ച രാവിലെ 10 മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവത്തിന് തിരി തെളിയിക്കും. ഇന്നപ്പോൾ രാവിലെ പിണറായി വിജയൻ തിരി തെളിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം തന്നെയാണ്, പഴയിടം തന്നെയാണ് ഇത്തവണയും നമ്മളുടെ സദ്യ എന്ന് അദ്ദേഹം കഴിഞ്ഞോടെ പറഞ്ഞിരുന്നു. കുറേ എല്ലാം അതിൻ്റെ ഇടയിൽ നോൺ വെജ് കൊണ്ടുവരണം എന്നൊക്കെ ഉള്ള ഒരു ഇഷ്യൂ ഒക്കെ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം വീണ്ടും അദ്ദേഹം തന്നെയാണ്, പഴയിടം തന്നെയാണ് ഇത്തവണത്തെ ഭക്ഷണം. വളരെ നല്ല ഭക്ഷണമായിരുന്നു. എല്ലാ വർഷവും നല്ല സദ്യയായിരുന്നു. അപ്പോൾ അത് തന്നെ മതി എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം. കുട്ടികൾക്കൊക്കെ വയറിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പ്രോപ്പറായിട്ട് അതൊരു വേറൊരു രീതിയിലുള്ളൊരു പ്രോഗ്രാമല്ല. അപ്പോൾ അതിൻ്റെ സദ്യ എപ്പോഴും നല്ലതാണ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ കലോത്സവ വാർത്തകൾ വായിക്കുന്ന ചിലങ്ക എന്ന് പറഞ്ഞിട്ടൊരു മാതൃഭൂമി അവതരിപ്പിക്കുന്ന നിർമ്മിത ബുദ്ധി AI നിർമ്മിത വാർത്താ അവതാരക ചിലങ്ക നിങ്ങൾക്കായി സംസ്ഥാന സ്കൂൾ കലോത്സവ വാർത്തകൾ വായിക്കുന്നു. കേൾക്കാൻ QR കോഡ് സ്കാൻ ചെയ്യുക. ഞാൻ QR കോഡ് ഇടാം, നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സോ അത് മാതൃഭൂമി പത്രത്തിലുണ്ട്. സഹകരണ നിക്ഷേപ പലിശ കൂട്ടി 0.75% വരെ. തിരുവനന്തപുരം പ്രാഥമിക സഹകരണ സംഘങ്ങളിലെയും കേരള ബാങ്കിലെയും നിക്ഷേപങ്ങളിലൂടെ പലിശ നിരക്ക് 0.5% മുതൽ 0.75% വരെ വർധന വരുത്തിയതായി മന്ത്രി VN വാസവൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പലിശ നിർണയ സമിതിയുടെ യോഗത്തിലാണ് തീരുമാനം. ഓക്കെ, സഹകരണ നിക്ഷേപ പലിശ കൂട്ടിയിട്ടുണ്ട്. 0.75% വരെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് അദ്വാനിക്കെതിരെ SIT അന്വേഷണം വേണ്ടെന്ന് സുപ്രീം കോടതി ഇന്നലെ വിധിച്ചു. അദ്ദേഹത്തിന് ഭയങ്കര സമാധാനമായെന്നുള്ള രീതിയിലുള്ള ന്യൂസും കാര്യങ്ങളും കണ്ടിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റേ ഓഹരി വിപണിയിൽ ഭയങ്കര നേട്ടവും കൊയ്തു. അതുകൊണ്ട് തന്നെ, കാരണം നേട്ടം തകർന്നു പോയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇന്നലെ ഈ വിധി വന്നതോടുകൂടി നേട്ടം ഡബിളായി രക്ഷപ്പെട്ടു. കേന്ദ്ര സഹായമില്ല, ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് മുടങ്ങി. രാജ്യത്ത് ശാസ്ത്ര സമൂഹത്തിന്റെ വാർഷിക സമ്മേളനമായി ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് കേന്ദ്ര സഹായധനം ലഭിക്കാത്തതിനെ തുടർന്ന് മുടങ്ങി. എല്ലാ വർഷവും ജനുവരി 3 മുതൽ 5 ദിവസമാണ് സമ്മേളനം നടത്തിവരുന്നത്. രജിസ്റ്റർ ചെയ്ത സൊസൈറ്റിയുടെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് അസോസിയേഷനാണ് സംഘാടകർ. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പാണ് സഹായധനം നൽകുന്നത്. സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് കഴിഞ്ഞ സെപ്റ്റംബറിൽ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ISCAക്കുള്ള സഹായധനം പിൻവലിക്കുകയായിരുന്നു. എന്നാൽ സാമ്പത്തിക ആരോപണം ISCA നിഷേധിച്ചു. ശാസ്ത്ര കോൺഗ്രസിന് സർക്കാരിന്റെ പണം ഉപയോഗിക്കരുതെന്ന നിർദ്ദേശത്തിനെതിരെ അവർക്ക് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേസിൽ ഇതുവരെ വിധി വന്നിട്ടില്ല. കേപ്പ് ടൗണിൽ വൻ വീഴ്ച എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് പേജിൽ തന്നെയുണ്ട്. ഇന്ത്യൻ ദക്ഷിണാഫ്രിക്ക 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ആദ്യ ദിനം വീണത് 23 വിക്കറ്റ്. 1ാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക 55, ഇന്ത്യ 153. മുഹമ്മദ് സിറാജിന് 6 വിക്കറ്റ്. ഒരേ ടീം സ്കോറിൽ ഇന്ത്യയുടെ 6 പേർ പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് ഉണ്ട്. അതേപോലെ തന്നെ ഇത്രയും തന്നെയാണ് ഫ്രണ്ട് പേജിലുള്ളൂ. അടുത്ത നമ്മൾ സെക്കൻഡ് പേജിലേക്ക് പോവുകയാണെങ്കിൽ ലക്ഷദ്വീപിൽ 1150 കോടിയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. അതുപോലെ പ്രധാനമന്ത്രി നെടുമ്പാശ്ശേരി ലക്ഷദ്വീപ് കേരള സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫെഡറൽ ബാങ്ക് സ്പീക്ക് ഫോർ ഇന്ത്യ രജിസ്ട്രേഷൻ തുടരുന്നു. വിജയികളെ കാത്തിരിക്കുന്നത് 6 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസും മറ്റു സമ്മാനങ്ങളുമാണ്. ഫെഡറൽ ബാങ്ക് സ്പീക്ക് ഫോർ ഇന്ത്യ
കേരള എഡിഷന്റെ 8ാം പതിപ്പിലേക്ക് കോളേജ് വിദ്യാർത്ഥികൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് എന്താണെന്ന് ഞാൻ പറയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംവാദ പരിപാടിയാണിത്. വനിതാ ശാക്തീകരണത്തിന് വനിതാ സംവരണം കൂടിയേ തീരൂ എന്നതാണ് ബ്ലോക്ക് തല മത്സര വിഷയം. ഇംഗ്ലീഷിലും മലയാളത്തിലും സംവാദിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കണമെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇവിടെ പറയാം. രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ www.speaker4india.in സിമ്പിൾ ആണ്. www.speaker4india.in. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ കൂടി ഞാൻ പറഞ്ഞേക്കാം. 70 34 87 4000 നമ്പറാണ്. 70 34 87 4000. അതേപോലെ തന്നെ 75 93 01 007. ഓക്കെ, രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെ. രജിസ്റ്റർ ചെയ്യാൻ QR കോഡ് സ്കാൻ ചെയ്യുക. ഞാൻ QR കോഡ് കൂടി ഇട്ടേക്കാം, പക്ഷെ സ്കാൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ജില്ലയിൽ 126 റേഷൻ കടകൾ കെ സ്റ്റോർ പദ്ധതിയിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ മന്ത്രി GR അനിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തതായിട്ടുള്ള ഒരു ഫോട്ടോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നല്ലതായിരുന്നു. പിന്നെ അതുപോലെ തിരുവരാണിക്കുളം നടതുറപ്പ് മഹോത്സവം നടത്തുന്നിരിക്കുകയാണ്. അത് ഇനി 3 ദിവസം കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും പോയി തൊഴാൻ ആഗ്രഹമുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശിവനും പാർവതി ഭഗവാന്റെ ബാക്കിലാണ്. സോ 2 നടകളായിട്ടാണ്. അപ്പോൾ പാർവതിയുടെ നട ഈ ഒരു ഡിസംബർ ഇത്ര മുതൽ ഈ ഒരു ഇത്തരം ദിവസം മാത്രമേ നട തുറക്കുള്ളൂ. സോ അതിന്റെ അപ്പോൾ തിരുവരാണിക്കുളം നടതുറപ്പ് മഹോത്സവം 3 ദിവസം കൂടി. തിരുവരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം ഇനി 3 ദിവസം കൂടിയുള്ളൂ. ശനിയാഴ്ച രാത്രി 8-ന് നട ഇറങ്ങും. അപ്പോൾ അതാണ് ന്യൂസ് കാര്യങ്ങളുള്ളത്. ദേശീയ ശില്പശാല നാളെയാണ്. മുള്ളം പന്നിയെ കൊന്ന് കറി വെച്ച് 7 പേർ പിടിയിൽ. ഒരാവശ്യമുണ്ടോ? പിടിക്കപ്പെട്ടില്ലേ? ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ ലക്ഷാർച്ചന ഇന്ന് തുടങ്ങും. ലക്ഷാർച്ചന ഇന്ന് മുതലുണ്ട്. അങ്ങനെയുള്ള ന്യൂസ് കാര്യങ്ങളുണ്ട്. എറണാകുളം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ച AITUCയുടെ സംസ്ഥാന സമ്മേളനം സദസ്സ്. ഒരു ഫോട്ടോയും കാര്യങ്ങളുണ്ട്. മോദി കോർപ്പറേറ്റ് സുഹൃത്തുക്കളെ സഹായിക്കുന്ന തിരക്കിൽ അമർജിത് കൗർ പറഞ്ഞിരിക്കുകയാണ്. അവർ അതിന്റെ ഒരു ഇത് പറയുന്നു. രാഷ്ട്രീയം പോട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. അത് കഴിഞ്ഞാൽ 4-ാമത്തെ 5-ാമത്തേലേക്ക് പോകുമ്പോൾ ഗവർണർ ആവശ്യപ്പെട്ട പ്രതിനിധി നൽകേണ്ടെന്ന് കേരള. VC നിയമത്തിനുള്ള സെർച്ച് കമ്മിറ്റി. ശാസ്ത്ര കോൺഗ്രസ് മുടങ്ങുന്നതിന് 100 വർഷ ചരിത്രത്തിൽ ആദ്യം. ശാസ്ത്ര കോൺഗ്രസ് മുടങ്ങുന്നത് 100 വർഷ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ മുടങ്ങുന്നത്. വിരുന്നിന് ക്ഷണിച്ചാൽ ഇനിയും പോകുമെന്ന് ഓർത്തഡോക്സ് സഭ. ഇനിയും വിളിച്ചു കഴിഞ്ഞാൽ കേന്ദ്രം വിളിച്ചു കഴിഞ്ഞാൽ പോയിരിക്കും, ഒരു സംശയമില്ല. വിരുന്നൊരുക്കി കേക്ക് മുറിച്ച് മുഖ്യമന്ത്രി. അടിപൊളി. വിരുന്നിനെത്തിയ അതിഥികളെ നേരിട്ട് സ്വീകരിച്ചും കേക്ക് മുറിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രിസ്മസ് ആഘോഷിച്ചു. മദ്യനയക്കേസ് EDയുടെ 3-ാം സമൻസിനും കെജ്രിവാൾ ഹാജരായില്ല. അടിപൊളി. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ഓൺലൈൻ അയക്കും. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ മമ്മൂട്ടിയും ജയറാമും അതുപോലെ തന്നെ ജയറാം 5 ലക്ഷം രൂപ, അങ്ങനെ ഓരോരുത്തരും പൃഥ്വിരാജ് 2 ലക്ഷം രൂപ കേന്ദ്രമല്ല ഗവൺമെന്റ് കൊടുത്തു. പൈസ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ഉറങ്ങാൻ പറ്റുന്നില്ല. കണ്ണടച്ചാലും ഞാൻ ലാളിച്ചു വളർത്തിയ 13 ഓമനകൾ പ്രാണവേദനയിൽ പിടയുന്ന രംഗമാണ് മുന്നിൽ. കുട്ടി കർഷകൻ മാത്യു ബെന്നിയുടെ കണ്ണുകളുടെ കലക്കം മാറിയിട്ടില്ല. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 3 പശുക്കളായിരുന്നു മഹാറാണിയും ഐശ്വര്യറാണിയും കൊച്ചുറാണിയും. അവർ തൊഴുത്തിലെ റാണിമാർ തന്നെയായിരുന്നു. ഇപ്പോൾ നടന്ന അപകടത്തിൽ മഹാറാണി ചത്തുപോയി. ഐശ്വര്യ റാണിയുടെയും ഒരു കാല് വിഷബാധയേറ്റ് തളർന്നു. അവൾ കിടപ്പാണ്. അവൾ പഴയതുപോലെയാകുമെന്ന പ്രതീക്ഷയിൽ. ഇതെല്ലാം കണ്ട് 7 മാസം ചെനയുള്ള കൊച്ചുറാണി ഒറ്റയ്ക്ക് തൊഴുത്തിൽ കിടപ്പാണ്. അവൾക്കും വിഷബാധ ഏറ്റിരുന്നു. എങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. പഴയതുപോലെയാകാൻ കാലതാമസമുണ്ടാകും. മാത്യുവിന് പറയാനുള്ളത് പശുക്കളെക്കുറിച്ച് മാത്രമാണ്. അത് കേട്ടോ സത്യം. ഇന്നലെ ഞാൻ ഒരു ന്യൂസിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നത് അദ്ദേഹം വെറ്റിനറി ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം. പഠിക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും ചോദിക്കേണ്ടത്. അപ്പോൾ വേഗം നമ്മുടെ അദ്ദേഹം റിപ്പോർട്ടറിൽ അദ്ദേഹം പറഞ്ഞു പഠിച്ചാലാണ്ടോ വെറ്റിനറി ഡോക്ടർ ആവാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. കിട്ടിയ പണവും ആശ്വാസ വാക്കുകളും ഒന്നും തന്നെ ആ കുഞ്ഞു ഹൃദയത്തിൽ മുറിവുണക്കിയിട്ടില്ല. എങ്കിലും പുതിയ പശുക്കൾ വരുമ്പോൾ എന്തു ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവന്റെ കണ്ണുകളിലൊരു തിളക്കം. ഇപ്പോഴുള്ള തൊഴുത്ത് സങ്കരയിനം പശുക്കൾ വരുന്നതിനു മുമ്പായി ഫാൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി പുതുക്കും. ഒരുപാട് പേരിൽ നിന്ന് കന്നുകാലികളെ നൽകാമെന്ന് വാഗ്ദാനമുണ്ട്. കൂടുതൽ കന്നുകാലികളെ കിട്ടിയാൽ പുതിയൊരു തൊഴുത്തുകൂടി ഒരുക്കും. PJ ജോസഫ് MLAയും കൊടുത്ത പശുവിനോട് മാത്യു കൂട്ടുകൂടി തുടങ്ങി. MLA കരീന എന്ന പേരിട്ട് വിളിച്ച് പശുവിനെ അതേ പേര് ചൊല്ലി വിളിക്കാനാണ് ഇഷ്ടം. ഇപ്പോഴുള്ള തൊഴുത്ത് പണിതതിൽ 5 ലക്ഷത്തോളം രൂപയുടെ കടമുണ്ട്. അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഉപയോഗിച്ച കടങ്ങൾ വീട്ടും. വെറ്റിനറി ഡോക്ടർ ആകണമെന്നാണ് ആഗ്രഹം.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി ഭയങ്കരമായിരുന്നു. എല്ലാവരും ഇപ്പോൾ യൂസഫ് അലി അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഇതൊക്കെ തന്നെയാണ് 4-ലും 5-ലും. ഇനി 6-ലും 7-ലേക്ക് വരുമ്പോഴത്തേനും അസാധാരണ ഔദാര്യം കാട്ടിയ വിധി കോൺഗ്രസ്. നിതീഷ് കുമാർ ഇന്ത്യ സഖ്യം കൺവീനറായേക്കാം. മഹുവയെ പുറത്താക്കൽ. ലോക്സഭാ സെക്രട്ടറി ജനറലിന്റെ മറുപടി തേടി സുപ്രീം കോടതി. പാരിസ്ഥിതിക അനുമതി പിന്നീട് മതിയെന്ന് ഉത്തരവിന് സ്റ്റേ. ഇങ്ങനെയുള്ള കുറച്ച് ന്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 8-ലേക്കും 9-ലേക്കും പോകുമ്പോഴത്തേനും അകൽച്ച വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ നമ്മുടെ പ്രമുഖർക്കായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ക്രിസ്മസ് പുതുവത്സര വിരുന്നിൽ പങ്കെടുത്ത ശേഷം മടങ്ങുന്ന KSBC പ്രസിഡന്റ് കർദിനാൾ മാർ ബെസിലിയസ് ക്ലിമിസ് കത്തോലിക്ക ബാവയെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്തേക്ക് വിളിക്കുന്നു. പിന്നെ അതുപോലെ എണ്ണ മാലിന്യം നീക്കി ജലപക്ഷികൾ വീണ്ടും ചിറക് വിടർത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഉണ്ട്. ചെന്നൈ പ്രളയത്തെ തുടർന്നുള്ള എണ്ണ മാലിന്യത്തിൽ കുതിർന്ന അവശരായ ജലപക്ഷികൾക്ക് ചെന്നൈ ഗിണ്ടി നാഷണൽ പാർക്കിൽ ചികിത്സയൊരുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ്. റെയിൽവേ PROക്ക് സ്ഥലം മാറ്റം. സംരംഭകരില്ല. 2520 കോടി കേന്ദ്ര ഫണ്ടിൽ ചെലവഴിച്ചത് 350 കോടി രൂപ മാത്രം. കർഷക മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസന വായ്പാ നിധിയായി കേന്ദ്രം സഹായത്തിന് സംസ്ഥാനത്തിന് അനുവദിച്ച 2520 കോടി രൂപ 3 വർഷം പിന്നിടുമ്പോഴും ചെലവഴിക്കാനായത് 350 കോടി രൂപയാണ്. വെറുതെയാണോ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? കേരളത്തെ കടക്കണയിലാക്കിയത് ബഡ്ജറ്റ് ഇതര കടമെടുപ്പ്. VD സതീശൻ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ന്യൂസ് കാര്യങ്ങളുണ്ട്. സ്റ്റാർട്ടപ്പുകൾ അന്തർദേശീയമാക്കുന്ന മലയാളി ദമ്പതിമാർ കേട്ടോ. അവർ രണ്ടുപേരും ഫോട്ടോ കണ്ട് 50 ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ വിദേശത്ത് അവസരമൊരുക്കി. ജർമ്മനിയിൽ നിന്നുള്ള സംഘത്തെ ജർമ്മനിയിലേക്ക് കൊണ്ടുവരും. ജർമ്മനിയിൽ നിന്നുള്ള സംഘത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും കേട്ടോ. സോറി, മാറിപ്പോയി. കത്തിക്കയറി വെളുത്തുള്ളി വില നല്ല കയറ്റത്തിലാണ്, ഭയങ്കര കൂടുതലാണ്. പൊതുമേഖലാ ബാങ്കുകളുടെ കിട്ടാക്കടം കുറയുന്നു. 12 ബാങ്കുകൾ കിട്ടാക്കടം 3.23 ലക്ഷം കോടി രൂപയാണ്. സ്ഥിര നിക്ഷേപ പലിശ ഉയർത്തി കൂടുതൽ ബാങ്കുകൾ. പിന്നെ നാട്ടുവർത്തമാനമുണ്ട്. അത് കഴിഞ്ഞാൽ ചരമക്കോളമുണ്ട്. ഇറാനിൽ ഇരട്ട സ്ഫോടനം, 103 മരണമാണ്. നമ്മൾ ഇന്നലെ ഞാൻ ആ ന്യൂസ് കണ്ടിരുന്നു. 141 പേർക്ക് പരിക്കുണ്ട്. പൊട്ടിത്തെറി കാസിം സുലൈമാനിയുടെ 4ാം ചരമവാർഷിക ദിനത്തിലാണ്. ഇറാന്റെ സേന ജനറലായിരുന്ന കാസിം സുലൈമാനിയുടെ 4ാം ചരമവാർഷിക ചടങ്ങിനിടെ ഉണ്ടായ ഇരട്ട സ്ഫോടനങ്ങൾ 103 പേരാണ് മരിച്ചത്. കഷ്ടം. 141 പേർക്ക് പരിക്കേറ്റു. പലരുടെയും പരിക്ക് ഗുരുതരമാണ്. സുലൈമാനിയുടെ ജന്മനാടായ കർമാനിയിൽ സാഹിബ് അൽ സമാൻ പള്ളിക്കടുത്താണ് ബുധനാഴ്ച ഉണ്ടായ സ്ഫോടനങ്ങൾ. പ്രാദേശിക സമയം ഉച്ചതിരിഞ്ഞ് 2:50 ആദ്യത്തേത്. സുലൈമാനിയുടെ ശവകുടീരത്തിന് 700 മീറ്റർ അകലെയായിരുന്നു ഇത്. 10 മിനിറ്റിന് ശേഷം 1 കിലോമീറ്റർ അകലെ 2ാം സ്ഫോടനം ഉണ്ടായി. സ്ഫോടക വസ്തുക്കൾ നിറച്ച 2 സഞ്ചികളാണ് പൊട്ടിത്തെറിച്ചതെന്ന് ഇറാനിലെ തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചായിരുന്നു സ്ഫോടനം. ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ന്യൂസ് കാര്യങ്ങളുണ്ട്. ലാസ്റ്റ് പേജിലേക്ക് വരുമ്പോൾ സ്പോർട്സ് പേജാണ് നമ്മളുടെ. ഞാൻ ഓൾറെഡി വായിച്ചിരുന്നു. ക്യാ ഹുവ എന്നും പറഞ്ഞിട്ടുള്ളൊരു വലിയ തലക്കെട്ടിലാണ്. വിക്കറ്റ് നേട്ടം ആഘോഷിക്കുന്ന ഇന്ത്യയുടെ മുഹമ്മദ് സിറാജ് ഇടത്തെ അറ്റത്തുണ്ട്. നമ്മളുടെ കേപ്പ് ടൗണിൽ ന്യൂസിലൻഡ് പിച്ച് തുടക്കത്തിൽ ബാറ്റർമാർ പിന്തുണയ്ക്കുമെന്നാണ് വിദഗ്ധർ പറഞ്ഞിരുന്നത്. അതനുസരിച്ച് ടോസ് നേടിയ ബാറ്റിംഗ് തിരഞ്ഞെടുത്ത് ദക്ഷിണാഫ്രിക്ക ആദ്യം ഞെട്ടി. പിന്നാലെ ഇന്ത്യയും ഞെട്ടി. ഇന്ത്യയുടെ 6 പേർ ഒരേ സ്കോറിൽ പുറത്തായതോടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ വൻ വീഴ്ച ഇന്ത്യയുടെ പേരിലായി. അടിപൊളി. സോ അങ്ങനത്തെ ന്യൂസ് കാര്യങ്ങളാണ് ഇന്ന് സ്പോർട്സ് ന്യൂസിലുള്ളത്. ഇത്രയൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടുള്ള നമ്മളുടെ ഇന്നത്തെ പത്രത്തിലുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ ഇന്ന് ലുലുവിൽ ഇന്ന് മുതൽ 7-ാം തീയതി വരെ ഒരു ഗംഭീര 50% ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ. 50% ഓഫാണ്. ഫ്ലാറ്റ് 50%. സോ കുറേ സാധനങ്ങൾക്ക് ഉണ്ട് ഓഫറുകൾ. സോ ചെല്ലു വാങ്ങിക്കൂ എന്നുള്ളതാണ്. ആ ഏരിയയിലേക്ക് ഇനിയുള്ള 3 ദിവസം കിടക്കാൻ പറ്റില്ല, അത്ര ജനമായിരിക്കും. സോ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ പത്രത്തിലുള്ളത്. നമ്മളുടെ മോഡി വന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ന്യൂ ഇയർ 2024 എല്ലാവരും അടിച്ച് പൊളിക്കട്ടെ, നന്നായിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഗംഭീരമായിട്ടുള്ള എന്താ പറയുക സൗഭാഗ്യങ്ങൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വേറൊന്നും പറയാനില്ല. ഗുഡ് മോർണിംഗ്. ഇന്ന് വ്യാഴാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഓഫീസിൽ പോകാനായിട്ടൊക്കെ തിടുക്കത്തിൽ നിൽക്കുമായിരിക്കും. പോകുന്നവർ പോകട്ടെ. ഈ വീഡിയോ കുറച്ച് ലേറ്റായി. അപ്പോൾ വേറൊന്നും പറയാനില്ല. ഗുഡ് മോർണിംഗ്. അടിപൊളിയാവട്ടെ. സൂപ്പർ.